Good morning, students. അടുത്ത യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്. A tightly stretched string of length 50 centimeter has its ends fastened at x is equal to 0 and x is equal to 50. The midpoint of the string is then taken to height h and then released from rest in that position. Find the initial position of the string. ഈ ഡിസംബർ 2023 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ചോദിച്ചതാണ്. അപ്പോൾ ഈ ഒരു പ്രോബ്ലം നമുക്ക് വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ ഇവിടെ സ്ട്രിങ്ങിന്റെ ലെങ്ത് എത്രയാണ്? 50 സെന്റിമീറ്റർ ആണ്. അപ്പോൾ ഇവിടെ O എന്ന പോയിന്റ് A ഇത് 50 സെന്റിമീറ്റർ ആണ്. 50 സെന്റിമീറ്റർ ലെങ്ത് ഉള്ള ഒരു സ്ട്രിംഗ് ആണ്. രണ്ട് വശത്തും വലിച്ചു കെട്ടിയിരിക്കുകയാണ് കേട്ടോ. Tightly stretched string of length 50 centimeter has its end fastened at x equals 0 and x equals 50. Then അപ്പോൾ ഈ ഒരു പോയിന്റ് 0 0 ഈ പോയിന്റ് എന്താണ്? 50 0 ഈ പോയിന്റ് 57. ഇനി ഇതിന്റെ മിഡ് പോയിന്റില് മിഡ് പോയിന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇവിടെ x is equal to 50 25 0 25 ഈ സ്ട്രിങ് മുകളിലോട്ട് എന്താ പറയണേ? The midpoint of string is then taken to height h. ഒരു ഹൈറ്റില് ഇങ്ങനെ ഇതിൽ h ആണെങ്കിൽ ഹൈറ്റ് hല് മുകളിലോട്ട് എത്തുന്നു and then released from rest in that position. റിലീസ് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു പോയിന്റ് എന്താണ്? ഈ ഒരു പോയിന്റ് 25h ആണ്. 25h. ഇവിടെ നമുക്ക് ഈ പോയിന്റിന് B എന്ന് കൊടുക്കാം. OB. ആ സെന്ററില് അത് മുകളിലോട്ട് ഹൈറ്റില് h ഹൈറ്റില് പൊക്കിയിട്ട് താഴെ ഇടുക. The midpoint of string is then taken to height h and then released from rest in that position. നമുക്ക് ഇനിഷ്യൽ പൊസിഷൻ ഓഫ് സ്ട്രിംഗ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇനിഷ്യൽ പൊസിഷൻ ഓഫ് സ്ട്രിംഗ് കണ്ടുപിടിക്കണമെങ്കിൽ ഇവിടെ ഈ പോയിന്റ് O എന്ന് എടുക്കാം. ഇത് 0 0 ആണ്. ഈ പോയിന്റ് 25h ആണ്. ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത് 25h. അതായത് ഇവിടെ മുതലാകുക 25h. ഈ പോയിന്റ് 50 0. രണ്ട് പോയിന്റ് x1 y1 x2 y2 ഈ രണ്ട് പോയിന്റ് തന്നാൽ നമുക്ക് ഇക്വേഷൻ ഓഫ് ലൈൻ എഴുതാനുള്ള ഫോർമുല എന്താണ്? y minus y1 is equal to y2 minus y1 by x2 minus x1 into x minus x. നമ്മൾ പ്ലസ് 2 കോർഡിനേറ്റ് ജിയോമെട്രിയിൽ പഠിച്ചിട്ടുണ്ട്. രണ്ട് പോയിന്റ് തന്നു കഴിഞ്ഞാൽ ഇക്വേഷൻ ഓഫ് ലൈൻ കാണാനുള്ള ഫോർമുല y minus y1 is equal to y2 minus y1 by x2 minus x1 into x minus x. നമുക്ക് ഇവിടെ ആദ്യം along OB ഈ OB യിലെ O എന്നുള്ള പോയിന്റ് എന്താണ്? 0 0. O എന്നുള്ള പോയിന്റ് 0 0. അതുപോലെ B എന്നുള്ള പോയിന്റ് എന്താണ്? 25h. ഇത് നമുക്ക് x1 y1 ആണ്. ഇത് നമുക്ക് x2 y2 ആണ്. അപ്പോൾ ഇക്വേഷൻ ഓഫ് ലൈൻ ജോയിനിങ് എന്തായിരിക്കും? y minus 0 is equal to y2 minus y1 h minus 0 by x2 minus x1 25 minus 0 into x minus x1. x minus x1 എന്ന് പറഞ്ഞാൽ അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് y is equal to hx by 25. hx by 25. അപ്പോൾ y is equal to hx by 25. ഇത് എന്താണ്? 0 less than equal to x less than equal to 25. ഇനി അടുത്ത് അപ്പോൾ y എന്ന് പറഞ്ഞാൽ f of x ആണ്. ഇനിഷ്യൽ പൊസിഷൻ ഓഫ് ദി സ്ട്രിംഗ് ആണ്. y is equal to hx by 25 along OB. ഇനി അതുപോലെ along നമുക്ക് b എടുക്കാം. along b എടുക്കുമ്പോൾ b എന്നുള്ള പോയിന്റ് എന്താണ്? b എന്നുള്ള പോയിന്റ് 25h ആണ്. 25h. അതുപോലെ a എന്നുള്ള പോയിന്റ് എന്താണ്? 50 0 ആണ്. 50 0. നമ്മൾ ഈ ഫോർമുല എടുക്കുമ്പോൾ y minus y1 ന്റെ സ്ഥാനത്ത് കൊടുക്കാം. y1 ന്റെ സ്ഥാനത്ത് y minus h is equal to y2 minus y1 0 minus h by 50 minus 25. That is 25. x2 minus x1 എന്ന് പറഞ്ഞാൽ 25 into x minus 25. ഇത് നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ എന്താ കിട്ടണം നോക്കാം. That is equal to ഈ സിംപ്ലിഫൈ ചെയ്ത് നോക്കാം. That is
സിംപ്ലിഫൈ ചെയ്യുമ്പോൾ y മൈനസ് h ഈസ് ഈക്വൽ ടു മൈനസ് h ബൈ 25 ഇൻറ്റു എക്സ് മൈനസ് 25. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാൻ നമുക്ക് എന്ത് വരും? 25y minus 25h is equal to minus hx plus 25h plus 25h. ഇനി ഈ 25h ആണ് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ 25y is equal to minus hx plus 50h വരും. 50h. ഇനി ഇതിൽ നിന്ന് നമുക്ക് h പുറത്തിട്ട് എടുക്കുമ്പോൾ 50 മൈനസ് എക്സ്. അപ്പൊ y is equal to എന്ത് വരും? h ബൈ അല്ലെ y is equal to h ബൈ 25 h into 50 മൈനസ് എക്സ് ബൈ 25. ഇവിടെ പൊസിഷൻ ഏതാണ്? നമ്മുടെ 25 ലെസ് ദാൻ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഈക്വൽ ടു 50. 25ക്കും 50ക്ക് ഇടയ്ക്ക് നമുക്ക് കിട്ടുന്ന എന്താണ്? എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഇനിഷ്യൽ പൊസിഷൻ h into 50 minus x by 25. അപ്പോൾ ഇവിടെ നമുക്ക് ഫൈനൽ ആയിട്ട് എഴുതുന്ന ആൻസർ എന്തായിരിക്കണം? The final answer will be f of y ക്ക് വരെ f of x എടുത്താൽ f of x is initial position of the string. Initial position of the string f of x is equal to ആദ്യം നമുക്ക് എന്താ കിട്ടിയത്? hx by 25. അതെവിടെയാണ്? 0 less than equal to x less than equal to 25. അതുപോലെ അടുത്ത എന്താണ്? h into 50 minus x by 25. ഇവിടെ എങ്ങനെയാണ്? ഈ 25 less than equal to x less than equal to 50. ഇതാണ് നമ്മുടെ ഫൈനൽ ഇനിഷ്യൽ പൊസിഷൻ ഓഫ് ദി സ്ട്രിംഗ്. y എന്ന് പറഞ്ഞാൽ f of x. Initial position of the string f of x is equal to hx by 25. 0 less than equal to x less than 25. h into 50 minus x by 25. 25 less than equal to x less than equal to 50. ഇതാണ് ഇതിന്റെ ഫൈനൽ ആൻസർ. അപ്പൊ ഇവിടെ നമ്മൾ ആ സ്ട്രിങ്ങിന്റെ ഇനിഷ്യൽ പൊസിഷൻ ആണ് കണ്ടുപിടിച്ചത്. അപ്പൊ ഇനിഷ്യൽ പൊസിഷൻ കണ്ടുപിടിക്കാനായിട്ട് നമ്മുടെ സ്ട്രിങ്ങിന്റെ നീട്ട് എത്രയാണ്? ലെങ്ത് എത്രയാണ്? 50 സെന്റിമീറ്റർ ആണ്. രണ്ട് വശത്ത് നമ്മൾ o എന്ന പോയിന്റിൽ a എന്ന പോയിന്റിൽ ഇതിനെ വലിച്ചു കെട്ടിയിരിക്കുകയാണ്. എന്നിട്ടാണ് കറക്റ്റ് മിഡിൽ ആയിട്ട് നോക്കിയിട്ട് 25 നോക്കിയിട്ട് നമ്മളത് മുകളിലോട്ട് h ഹൈറ്റ് ഉയർത്തിയിട്ട് താഴേക്ക് എടുക്കും. അപ്പോ ഉള്ള നമുക്ക് റിലീസ്ഡ് ഫ്രം റെസ്റ്റ് ഇൻ ദാറ്റ് പൊസിഷൻ ഫൈൻഡ് ഇനിഷ്യൽ പൊസിഷൻ ഓഫ് സ്ട്രിങ്ങിന്റെ ഇനിഷ്യൽ പൊസിഷൻ കണ്ടുപിടിക്കണം. ഇനിഷ്യൽ പൊസിഷൻ കണ്ടുപിടിക്കാനായിട്ട് ആദ്യം OB എടുക്കുകയാണ്. ഈ സ്ട്രിങ് ഇങ്ങനെ മുകളിലോട്ട് കൊടുക്കുമ്പോൾ ആ വൈബ്രേഷൻ. അപ്പൊ OB എന്നുള്ള ലൈനിൽ o എന്നുള്ള പോയിന്റ് എന്താണ്? 0 0 ആണ്. B എന്നുള്ള പോയിന്റ് എന്തായിരിക്കും? B എന്നുള്ള പോയിന്റ് അവിടെ വരെയുള്ള സ്ട്രിങ്ങിന്റെ ലെങ്ത് 25 ആണ്. അതുപോലെ തന്നെ ഹൈറ്റ് എന്താണ്? 25h. അപ്പൊ O എന്ന പോയിന്റും B എന്ന പോയിന്റും വെച്ചിട്ട് നമ്മൾ ഒരു ഇക്വേഷൻ ഓഫ് ലൈൻ കണ്ടുപിടിക്കും. ഇക്വേഷൻ ഓഫ് ലൈൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? y minus y1 is equal to y2 minus y1 by x2 minus x1 into x minus x1. ആ ഫോർമുല ഉപയോഗിച്ച് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഇക്വേഷൻ ഓഫ് ലൈൻ കണ്ടുപിടിക്കാം. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് കിട്ടും? y minus 0 is equal to h minus 0 y2 minus y1 അല്ലെ? y2 minus y1 h minus 0 by 25 minus 0 into x minus 0. അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? y is equal to hx by 25. y എന്ന് പറഞ്ഞാൽ f of x ആണ് ഇനിഷ്യൽ പൊസിഷൻ ഓഫ് സ്ട്രിംഗ്. അപ്പോൾ y is equal to hx by 25 in the interval 0 less than equal to x less than equal to 25. ഇനി അതുപോലെ തന്നെ b എടുക്കാം. b എന്നുള്ള ഇതിലെടുക്കുമ്പോൾ b യുടെ പോയിന്റ് എത്രയാണ്? 25h ആണ്. a യുടെ പോയിന്റ് എത്രയാണ്? 50 0 ആണ്. ആ രണ്ട് പോയിന്റുകൾ തമ്മിൽ ചെന്നൊരു ഇക്വേഷൻ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് y minus h is equal to 0 minus h by 50 minus 25 into x minus 25. അത് നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 25y is equal to minus hx plus 50h വരും. അതിൽ നിന്ന് h നമ്മൾ കോമൺ ആയിട്ടുള്ള പുറത്തെടുത്ത് കഴിയുമ്പോൾ h into 50 minus x വരും. അപ്പോൾ y is equal to എന്ത് വരും? h into 50 minus x by 25. ഇന്റർവൽ അതാണ് 25 less than equal to x less than equal to 50. അപ്പൊ ഇനിഷ്യൽ പൊസിഷൻ ഓഫ് ദ സ്ട്രിംഗ് ആണ്. അപ്പൊ നമ്മൾ എഫ് ഓഫ് എക്സ് എഴുതുമ്പോൾ രണ്ട് ഇന്റർവെല്ലായിട്ടാണ് എഴുതുന്നത്. 0 ലെസ് ദാൻ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഈക്വൽ 25 h into 50 minus x by 25 ഉം അതുപോലെ തന്നെ 25 ലെസ് ദാൻ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഈക്വൽ ടു 50 എഫ് ഓഫ് എക്സിന്റെ വാല്യൂ h into 50 minus x by 25. ഇതാണ് നമ്മുടെ പ്രോബ്ലത്തിന്റെ ആൻസർ. ഈ ഡിസംബർ 2023 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് KT ചോദിച്ചതാണ്.
അപ്പൊ എല്ലാവരും നോട്ട് ചെയ്തെടുത്തോളൂ കേട്ടോ. ഇക്വേഷൻ ഓഫ് ലൈൻ ജോയിനിങ് കാണാനുള്ള ആ ഫോർമുല നമ്മൾ +2 പഠിച്ച് ഓർത്തിരിക്കണം. അപ്പോൾ ഫോർമുല എന്താണ്? y - y1 = y2 - y1 / x2 - x1 × x - x1. OB എന്നുള്ള ലൈനിലെ O എന്നുള്ള പോയിന്റും B എന്നുള്ള പോയിന്റും അത് വെച്ചിട്ട് നമുക്കൊരു f(x) കിട്ടി. അതുപോലെ BA എന്ന ലൈനിലും ഒരു f(x) കിട്ടി. അപ്പൊ 0 മുതൽ 25 വരെയുള്ള പൊസിഷനിൽ f(x) എന്താണ്? h × hx/25 ഉം അതിൽ 25 to 50 25 മുതൽ 25 ≤ x ≤ 50 f(x) എന്താണ്? h × 50 - x/25. ഇങ്ങനെയാണ് ഈ പ്രോബ്ലത്തിന്റെ ആൻസർ കിട്ടുക. ഈ ഡിസംബർ 2023 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് KT ചോദിച്ചതാണ്. എല്ലാവരും നോട്ട് ചെയ്തെടുത്തോളൂ.